അവർ ഗ്ലാസും സൺഡയലും ജലഘടികാരവും ഒക്കെ ഒരുപാട് കാലം മനുഷ്യനെ സമയം നോക്കുന്നതിന് സഹായിച്ചു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഇത്തരത്തിലുള്ള രീതികൾ തന്നെയാണ് സമയ നിർണ്ണയത്തിന് ആളുകൾ പൂർണ്ണമായി അവലംബിച്ചിരുന്നത്. പലപ്പോഴും ആരാധനാലയങ്ങളിൽ പല കർമ്മങ്ങൾക്കും സമയം വളരെ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സമയത്തിന്റെ കാര്യത്തിൽ വളരെ കണിശമായിരുന്നു. മാത്രമല്ല, പുരാതന യൂറോപ്പിൽ പല രീതിയിലുള്ള തൊഴിലാളികളെ പലപ്പോഴും ഏകോപിപ്പിച്ചിരുന്നത് ആരാധനാലയങ്ങളോടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയനിർണ്ണയം വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ സമയനിർണ്ണയത്തിനായി മറ്റൊരു രീതിയിലുള്ള ഉപകരണത്തിലേക്കുള്ള പരിണാമം കൂടി സംഭവിച്ചിരുന്നു: മെക്കാനിക്കൽ ക്ലോക്ക്. വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കൃത്യമായ ഇടവേളകളിൽ ടിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്നുള്ള ക്ലോക്കുകൾ ഉള്ളത്. മെക്കാനിക്കൽ വാച്ചുകളിലും ക്ലോക്കുകളിലും ഒക്കെ ഒരുതരം മെക്കാനിക്കൽ ലിങ്കേജ് ഉണ്ട്. ഏതെങ്കിലും ഗിയറോ വീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉപയോഗിച്ച് ക്ലോക്കുകളിലെ ചലനം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകും. ഇത്തരത്തിലുള്ള സംവിധാനത്തെയാണ് എസ്കേപ്മെന്റ് എന്ന് പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ നിന്നും ലഭ്യമായ പല കൈയെഴുത്ത് പ്രതികളിലും നിന്നും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സിസ്റ്റം നിർമ്മിക്കാൻ ശ്രമിച്ചതിന്റെ ധാരാളം തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അക്കാലങ്ങളിൽ പള്ളികളിലും മറ്റും ടവർ ക്ലോക്കുകൾ നിർമ്മിക്കുക സർവ്വസാധാരണമായിരുന്നു. 1275 ഒരു പ്രത്യേകതരം എസ്കേപ്മെന്റ് സിസ്റ്റം കണ്ടുപിടിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. വെർജി ഫോളിയോട്ട് എന്നാണ് ഈ സംവിധാനത്തിന്റെ പേര്. ആരാണിത് കണ്ടുപിടിച്ചു എന്നുള്ളത് വ്യക്തമല്ല. ഇതിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്: ഫോളിയോട്ട് എന്ന പേരായ ഹൊറിസോണ്ടൽ ബാറും വെർജ് എന്ന പേരായ വെർട്ടിക്കൽ ബാറും. ഫോളിയോട്ടിന്റെ 2 അറ്റത്തും ഭാരം കൊടുത്ത ശേഷം അത് വെർജിൽ ഘടിപ്പിച്ച് സ്വതന്ത്രമായി കറങ്ങാൻ വിടും. മുന്നോട്ടും പിന്നോട്ടും ഉള്ള ഇത്തരത്തിലുള്ള ചലനം അതുമായി ഘടിപ്പിച്ചിരിക്കുന്ന പൽചക്രം ചലിക്കാനിടവരും. ഇതായിരുന്നു ഇത്തരത്തിലുള്ള സംവിധാനത്തിന്റെ പ്രവർത്തന രീതി. 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും കൃത്യമായ ഇടവേളകളിൽ മണിയടിക്കുന്ന ക്ലോക്കുകൾ യൂറോപ്പിൽ പൊതുസ്ഥലങ്ങളിൽ എല്ലാം തന്നെ ധാരാളമായി കാണുവാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ക്ലോക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിന് തെളിവുകൾ ഇന്നും ലഭ്യമല്ല. പലതും ആധുനിക കാലത്തേക്ക് അവശേഷിപ്പിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ളതെല്ലാം പിന്നീട് പലവിധ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ട നിലയിലാണുള്ളത്. ഇത്തരത്തിലുള്ള ക്ലോക്കുകളുടെ കൃത്യതയും വളരെ കുറവായിരുന്നു. പലപ്പോഴും സൺഡയൽ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ സമയം കൃത്യമാക്കിയിരുന്നത്. മധ്യകാല യൂറോപ്പിൽ ഒരുപാട് പ്രധാനപ്പെട്ട ക്ലോക്കുകൾ നിർമ്മിക്കുകയുണ്ടായി. ആദ്യമായി കൃത്യമായ ഇടവേളകളിൽ മണി മുഴങ്ങുന്ന ക്ലോക്ക് സ്ഥാപിച്ചത് മിലാനിൽ 1336 ആണെന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ബെഡ്ഫോർഡ്ഷൈറിൽ 1283 സ്ഥാപിച്ച ഡൺസ്റ്റേബിൾ പ്രിയറി ക്ലോക്ക് ആണ് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മെക്കാനിക്കൽ ക്ലോക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ക്ലോക്ക് നിർമ്മാണത്തിലുണ്ടായവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടായതായി പറയപ്പെടുന്നു. പലപ്പോഴും മികച്ച കണ്ടുപിടുത്തങ്ങൾക്കായി സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ധാരാളം മാറ്റങ്ങൾ ക്ലോക്കിന്റെ രൂപഘടനയിൽ പോലും വന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട മറ്റൊരു പ്രധാന ക്ലോക്ക് ഹെൻറി ഡീബെക്ക് എന്ന ക്ലോക്ക് മേക്കർ 1360 രൂപകൽപ്പന ചെയ്ത ഒന്നാണ്. മോഡേൺ ക്ലോക്കിന്റെ ഉപജ്ഞാതാവായി പറയുന്നത് ജർമ്മൻകാരനായ പീറ്റർ ഹെൻലൈൻ ആണ്. കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള വാച്ചുകളും ആദ്യമായി ഡിസൈൻ ചെയ്തത് ഇദ്ദേഹം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അക്കാലങ്ങളിൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉന്നത സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ മാത്രമാണ് ക്ലോക്കുകൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ക്ലോക്ക് മേക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊഫഷനായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. അതിനാൽ ഈ സമയങ്ങളിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടന്നു പോന്നിരുന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ ക്ലോക്കുകളിൽ സെക്കൻഡ് സൂചി പലയിടങ്ങളിൽ ഉപയോഗിച്ചതായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1577 ജോസ്റ്റി വർഗിയാണ് ആദ്യമായി മിനിറ്റ് ഹാൻഡ് ക്ലോക്കിൽ ഉൾപ്പെടുത്തിയത്. 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ക്ലോക്കുകൾ നിലവിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മെയ് സ്പ്രിങ്ങിന്റെ കണ്ടുപിടുത്തവും 15-ാം നൂറ്റാണ്ടിൽ തന്നെയായിരുന്നു. ഒരു നീളമുള്ള മെറ്റൽ റിബൺ ടൈറ്റായി ചുറ്റുവയ്ക്കും. ഇത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നതിന് കാരണമാകും. ഈ എനർജി ഉപയോഗിച്ചാണ് ക്ലോക്കുകൾ പ്രവർത്തിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ സമയനിർണ്ണയത്തിലെ കണിശത കൂട്ടുവാനുള്ള പരിശ്രമങ്ങൾ ക്ലോക്ക് മേക്കേഴ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. ടൈക്കോ ബ്രാഹ്മി എന്ന ഡാനിഷ് ആസ്ട്രോണമർ സെക്കൻഡ് അളക്കുവാനുള്ള തരത്തിലുള്ള ക്ലോക്കുകൾ നിർമ്മിച്ചതായി രേഖകളുണ്ട്. സമയനിർണ്ണയത്തിൽ പ്രിസിഷൻ എന്ന വാക്കിനുള്ള സ്ഥാനം ഏറിയത് ഗലീലിയോ ഗലീലി പെൻഡുലത്തിന്റെ ചില പ്രത്യേകതകൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.